ആ എന്നാ ശരി, നിങ്ങൾ പൊയ്ക്കോളി. ഉമ്മാനോട് ഞാൻ പറഞ്ഞോണ്ട്, ഉമ്മ ഇവിടെ ഇല്ലല്ലോ. ആ അല്ല മോളെ, ബഷീർ പോയോ? ആ ഓല് പോയി. ഓനെന്ത് എന്നെ കാണാതെ പോയി? ഓല് കല്യാണം പറഞ്ഞാണ്ട് പോയി. പറയാനുള്ളവരോടൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്തിനാ നിങ്ങളോട് പറയണത്? എന്നാലും ഓൻ എന്നോട് കല്യാണം പറയാതെ പോയതിന്റെ ഓൻ അങ്ങനെ ചെയ്യുന്ന ആളല്ലല്ലോ. ഓനക്കിപ്പൊ എന്താ പറ്റി? നിങ്ങളിപ്പൊ ഞാൻ അത് ആലോചിച്ച് ഇങ്ങനെ നിക്കണ്ട. നിങ്ങളെ ആങ്ങളുടെ മകനൊക്കെ തന്നെയാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ ഇനിയിപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ നിൽക്കല്ലേ പോകണ്ടുള്ളൂ കല്യാണത്തിനൊക്കെ. അതാവും മോല് എന്നോട് മാത്രം പറഞ്ഞത്. ഇനി ഇക്കാനോട് പറഞ്ഞിക്കണോന്ന് അറിയില്ല, ഞാൻ വിളിച്ചു നോക്കിയിട്ടില്ല ഇക്കാക്ക്. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നോളി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കൊണ്ട്, ഇനി നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട. ഓള് പറയാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇവിടെ ഇല്ലാന്ന് എന്തേലും നോണ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാ പോലൊക്കെ എന്നോട് പറയാതെ പോവോ? സാരല്ലേ. ആ അല്ല ഇക്ക, നിങ്ങള് പോന്നോ? പോരാ നിക്കാണ്. എന്തേ? അല്ലേ, നിങ്ങള് വരുമ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടോ? പെരയില് ഒരു സാധനം ഇല്ല. ഞാൻ വാട്സപ്പിൽ അയച്ചിടാ. കുട്ടികൾക്ക് തിന്നാനൊന്നും ഇല്ല. കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിക്കോളി. എന്നാ ആ അയച്ചിട്. ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ ശരി. എടി മോളെ, സമീർ വിളിച്ചീന്നാ? ആ വിളിച്ചീന്ന്. എന്തേ? എന്റെ ഗുളിക കഴിഞ്ഞിട്ട് 2 ദിവസം അയക്കണ. ഓനോട് ഒന്ന് കൊടുന്നു തരാൻ പറയാൻ വേണ്ടിട്ടേന്ന്. ഇന്നിപ്പൊ ഇനി എന്തായാലും നടക്കൂല. സാധനങ്ങൾ പെരന്റെ ഉള്ളിക്കുള്ളതൊക്കെ കൊണ്ടാൻ പറഞ്ഞിക്കണ് ഞാന്. ഇനിയിപ്പൊ എന്തായാലും 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയേക്കാട്. അല്ല മോളെ, ഉമ്മാന്റെ ഗുളിക കഴിഞ്ഞിട്ട് 2 ദിവസം അയക്കണ്. ഇനിയിപ്പൊ 2 ദിവസം കൂടി കാത്തിരുന്ന അമ്മക്ക് അസുഖം കൂടുള്ളൂ. അമ്മക്ക് തീരെ വെജ്ജ. അതെങ്ങനെ ശരിയാവാ? പൊന്നാരന്റെ ഇമ്മ കയ്യില് പൈസ വേണ്ടേ? ഇത് നേരം വെളുത്ത് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കല്ല അവിടെ. നിങ്ങളൊരു മരുന്നും ഇതും മാത്രം നോക്കിയാൽ മതിയോ? ഈ പെരേക്ക് സാധനങ്ങളൊക്കെ വേണ്ടേ? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടിച്ചു തരാം. നിങ്ങളിപ്പോ തൽക്കാലം അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. ഉള്ള ഗുളികൊക്കെ ഏറ്റ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓ തുളക്ക് ഗുളിക ചത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാ പിന്നെ അത് നോക്കണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് സ്വസ്ഥതയിൽ നിൽക്കും ചെയ്യാം. ഇത് ആസ്പത്രി ഗുളിക ഇത് മാത്രം തൊള്ളക്ക് ചിന്ത. എടങ്ങറായി. ഒരു മകളുണ്ടല്ലോ, എന്നാ മകളെ അടുത്തേക്ക് പോവുക, അതും ചെയ്യില്ല. എല്ലാത്തൊരു വണ്ടി മതി. ഇനിയിപ്പോ ആങ്ങളുടെ മകന്റെ കല്യാണമാണ് എന്നിട്ട് അങ്ങോട്ട് കെട്ടിയെടുക്കുവാണാവോ? എങ്ങനെയെങ്കിലും അതും മുടക്കണം. തളനീട്ടൊന്നും പോയാൽ ശരിയാവൂല. കുറച്ചിട്ട് നെഞ്ഞൊക്കെ വേദനയുണ്ട്. എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്? കുട്ടി വന്നാ? ഒന്നുമില്ല, അമ്മ ഇങ്ങനെ വെറുതെ ഇരുന്നതാണ്. നിങ്ങൾ എന്തേലും തിന്നാ? ആ അമ്മ കഞ്ഞി കുടിച്ച്. എന്നാ പോയി കിടന്നോളൂ ഇങ്ങനെ ഇരിക്കാതെ. ആ ഞാൻ കിടന്നോളാം. ഇജ്ജ് എന്തേലും പോയിട്ട് തിന്നിട്ട് കിടന്നോ. രാവിലെ മുതൽ പണിയെടുത്ത് കുഴഞ്ഞു വരല്ലേ. ഞാൻ തിന്നോളാം. എന്നാ ചെല്ല്, ഞാൻ പോയി കിടന്നോളാം. പാവം എന്റെ കുട്ടിക്ക് അറിയില്ലല്ലോ ഇവിടുത്തെ അവസ്ഥ. പക്ഷെ എനിക്കെല്ലാം എന്താ കാട്ട. ആ നിങ്ങള് വന്നിക്കണാ? നിങ്ങൾ എന്താ ഒന്ന് വിളിച്ചോ ചേച്ചാത്ത്? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ബഷീറാക്ക വന്നിന്ന് കല്യാണം പറയാന്. മോളെ കല്യാണാണ് പറഞ്ഞ്. വരുന്ന ഞായറാഴ്ച അത്ര. എപ്പളാ വന്ന്? ഇവിടെ ഒരു ഉച്ച കഴിക്കണ വന്നപ്പോ. എന്താ നിങ്ങളെ കണ്ടീന്നാ?
ഇന്നെ കണ്ടിട്ടില്ലക്ക് വിളിച്ചീന്ന് കല്യാണാണ് പറഞ്ഞിട്ട്. പിന്നെ കല്യാണത്തിന് ഇടാൻ ഡ്രസ്സ് വാങ്ങണ്ടേ, എല്ലാരും ഡ്രസ്സ് എടുക്കണ്ടാവും. ഇപ്പൊ നമ്മളായിട്ട് ഇനിയിപ്പോ കുട്ടികൾക്ക് കൊടുക്കണോ. നാളെ ഞാൻ പണി മാറ്റി വന്നിട്ട് നമുക്ക് പോവാം. ഉമ്മാനോട് മാറ്റി നിക്കാൻ പറയട്ടാ. എന്തിനാ ഉമ്മാനെ കൊണ്ടോണത്? നമുക്ക് പോയാ പോരെ. അമ്മക്ക് ഒറ്റക്കാവുമ്പോ ബൈക്കുമാണ് പോയാ മതി. ഇത് ഉമ്മയും കൂടി ഉണ്ടാവുമ്പോ ഓട്ടോറിക്ഷ തന്നെ വിളിച്ചേണ്ടി വരും. എങ്ങനെ ശരിയാവും? അമ്മാക്കും ഡ്രസ്സ് എടുക്കേണ്ടി വരുമല്ലോ. കല്യാണത്തിന് ഇടാൻ അമ്മാക്കും ഉണ്ടാവൂല. പിന്നെ ഇമ്മാനൊന്നും കല്യാണത്തിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞമ്മള് മാത്രം പോയാ മതി. ബഷീറാക്ക് ഉമ്മാട് പറഞ്ഞാളേന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ, ഉമ്മാനോട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ ഉമ്മാന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഞമ്മളൊറ്റക്ക് മതി. ഇപ്പൊ എവിടേക്കോ ആണെങ്കിലും ഞമ്മൾ തന്നെ മതിയല്ലോ. ഈ പ്രായമായില്ല, ഇനി എന്തിനാ ഉമ്മാനെ ഇങ്ങനെ കൊണ്ടടക്കണത്? ഉമ്മക്ക് ഒരു പാത്തി ഇരുന്നാ പോരെ. പിന്നെ അത് മാത്രല്ല ഈ വൃത്തിയും വെറുപ്പില്ലാത്ത കാട്ടില് കാട്ടും. അതുകൊണ്ട് വേണ്ട, നമുക്ക് ഉമ്മ ഇവിടെ നിന്നോട്ടെ. ഉമ്മാക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുന്നു കൊടുക്കാം. ഇല്ല, ഉമ്മ ഇല്ലാത്തോടത്തൊക്കെ ഞാനും ഇല്ല. അതെങ്ങനെ ശരിയാവുക? നിങ്ങളില്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ പോവുക? നിങ്ങളെ അമ്മ ഇല്ലായിട്ടേക്കാരല്ലേ? അടിക്ക് ഉമ്മ ഇല്ലായിട്ട് തന്നെയാണ്. നിങ്ങളെ അമ്മാനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ ഇമ്മി മകനും കൂടിയാണ് പോയിക്കോളി കല്യാണത്തിന്. ഞാനും എന്റെ കുട്ടിയും വരുന്നില്ല. അയച്ചു വരണ്ട, ഞാനും ഉമ്മയും കൂടി പോയിക്കോണ്ട്. നിങ്ങൾ പൊയ്ക്കോളി, എന്നോട് ഒരു കാര്യം പറഞ്ഞു വരണ്ട. ഞാൻ ആരുമല്ലല്ലോ, ഞാൻ പുറത്തുള്ള ആളല്ലേ. എന്നെ കല്യാണം കഴിച്ചു കൊടുന്നേല. അപ്പൊ ഉമ്മാക്കും മകൻക്കും മാത്രമേ കാര്യം ഈ പെരനുള്ളിൽ സ്ഥാനമൊക്കെ ഉള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊരു വില ഇല്ലല്ലോ. ഇത് ആരും അല്ലാത്തോണ്ടല്ല പറഞ്ഞത്. ഇന്റെ ഇമ്മയാണ്. ഇന്നെ 10 മാസം പെറ്റ് വളർത്തി എന്റെ ഉമ്മാനെ ഒഴിവാക്കിയിട്ടൊന്നും കണ്ണെടുക്കാനൊന്നും പറ്റൂല. സെമീറ, 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 ഇത് വിളിക്കണ നിങ്ങളമ്മ. പോയി നോക്കി, പോയിട്ട് അമ്മ അടിയിലൊക്കെ ഒന്നും കൂടി ഇരുന്നിട്ട് ഇങ്ങോട്ട് പോയി. എന്നെ കൂടെ കൂടുതൽ വർത്താനം പറയിപ്പിക്കണ്ട കേട്ടോ. അങ്ങോട്ട് വരാം, അനക്കുള്ളത് ബാക്കിയും കൂടി ഞാൻ തരാം. എന്തമ്മ? എന്തേ അമ്മയുടെ കുട്ടി ഇങ്ങനെ തിരക്കൂടുന്നത്? ഉമ്മ ഇല്ല, അമ്മക്ക് വയ്യ. ഒന്നാമത് അതാണ് വരാന്. പിന്നെ അത്രയും ദൂരമൊക്കെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കണ്ടേ. അമ്മയുടെ കുട്ടിയോട് പോയിക്കോളി, ഉമ്മ വരുന്നില്ല. നമ്മുടെ കുട്ടി അതിന് തിരക്ക് കൂടല്ലോ ഓളോട്. ഞാൻ പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടേക്കാരം ഓൾ എന്നോട് അങ്ങനൊക്കെ പറയുന്നത്. അതെങ്ങനെ ശരിയാവുക? അമ്മ ഇല്ലാതെ എങ്ങനെ പോവുക? ഉമ്മ ഇല്ലടാ. ഇമ്മ, ഞങ്ങളെക്കായി നിങ്ങളാണ് പോവേണ്ടത്. നിങ്ങൾ ആങ്ങളുടെ മകന്റെ കല്യാണല്ലേ? ആങ്ങളുടെ മകന്റെ കല്യാണൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉമ്മാക്ക് ഇപ്പൊ എല്ലായിടത്തും എത്താൻ വയ്ക്കൂലല്ലോ പഴയ പോലെ. ഇനിയിപ്പൊ ഈ പെരന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഓളാണ് നോക്കേണ്ടത്. ഓള് നോക്കിക്കോളും. നിങ്ങൾ രണ്ടാളും കൂടി എന്റെ പേര് പറഞ്ഞിട്ട് തിരക്കൂടില്ലേ. ഉമ്മക്ക് നിങ്ങൾ രണ്ടാളും അല്ലാതെ വേറെ ആരും ഇല്ല. എന്നാലും ഉമ്മ വല്ലാത്തൊരു നാട്ടിൽ പോയി കഷ്ടം. കിടന്നു നോക്കാം. ഞങ്ങൾക്ക് ഒറ്റക്ക് പോവാം. അവളെ നീറ്റായിട്ട് ഒഴിവാക്കണം എല്ലാത്തിനും. മരുന്ന് ഞാൻ വാങ്ങിക്കൂലല്ലോ എന്തായാലും. ലീവ് പോവാണെങ്കിൽ പോട്ടെ, നിന്റെ തള്ളൊന്നുമല്ല. എന്തായാലും അനക്ക് സന്തോഷായല്ലോ, അത് മതിക്ക്. ഇക്ക് സന്തോഷായി. ഉമ്മ എന്നോട് പറഞ്ഞതാണ് ഞാൻ ഇല്ലാന്നുള്ളത്. ഞാൻ അത്ര നിങ്ങളോടും വന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ ഇന്നെങ്ങനെ ചാടി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും പറയണില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ കൂടി പോവുള്ളൂ. അയക്കും നല്ല മുണ്ടാതിരിക്കുക. ഉമ്മാക്കൊന്ന് വിളിച്ചു നോക്കിയാലോ. ഇന്നിപ്പോ വീലൊന്നും കാണാനില്ലല്ലോ. ഹലോ അമ്മ, നിങ്ങൾ എന്തെന്ന് വിളിച്ചൊന്നും ചെയ്യാത്ത? അല്ലേ കാണാനോ 24 മണിക്കൂർ വിളിക്കണം. ഓളെന്നു പോയതാ? ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്ക. നിങ്ങൾ എന്തിനാ ഓളെങ്ങനെ എല്ലായിടത്തേക്കും പറഞ്ഞയക്കണത്? ഓളൊന്ന് ഒതുക്കി നിർത്തിക്കൂടെ നിങ്ങക്ക്? ഓനും ഓളെ സൈഡ് തന്നെ ഇക്കാരല്ലോ. അപ്പൊ എനിക്കറിയാലോ. ഇവിടെ ഉണ്ട് ഒന്ന്. ഉമ്മാന്ന് പറഞ്ഞ വായനുണ്ട് തേനൊലിക്കും. ഓൽക്ക് മാത്രമേ ഉള്ളൂ ഒരു ഉമ്മയും മാപ്പൊക്കെ.
വേറുള്ളവർക്കൊന്നും ഉള്ളത് ഉമ്മി മാപ്പയല്ല. തള എല്ലാ കാര്യത്തിലും ഇടപെട്ടുങ്ങാണ്ടാന്നു എല്ലാ കാര്യത്തിലും. ഞങ്ങളൊന്നും ഒറ്റക്കൊന്നും എവിടേക്കും പോകാൻ സമ്മതിക്കൂല. തന്നെ ഞാൻ ഇപ്രാവശ്യത്തെ ഉളികൊന്നും വാങ്ങാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്തിനാ ഞാൻ വാങ്ങാൻ സമ്മതിക്കണത്? തള്ളക്ക് ഇങ്ങനെ ഉഷാറോടെ നീച്ചടക്കാൻ വേണ്ടിട്ടല്ലേ. അതിന് ഞാൻ സമ്മതിക്കൂല. കടപ്പിലായ അത്രയും നന്നല്ലോ. പിന്നെ മകന്റെ കാര്യം അത് ഞാൻ നോക്കിക്കൊണ്ട്. മകനെ നല്ല നിലക്ക് നിർത്താനേ എന്നെ കൊണ്ട് പറ്റും. എത്ര പറഞ്ഞാലും കേൾക്കൂല തള്ള. തള്ളനോട് മകളെ പെരേക്ക് പോവാൻ പറഞ്ഞാൽ അത്രയും കേൾക്കൂല. ബാക്കിയുള്ളവരിട്ടിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കിക്കോളും. മടുത്തുക്കണു. ഇതൊക്കെ എന്നാണ് ഒന്ന് കാറ്റ് പോയി കിട്ടുക. ഇല്ല ഞാൻ വരുന്നില്ല. ഞായറാഴ്ചയെ അമ്മോന്റെ മകന്റെ കല്യാണാണ്. അപ്പൊ അതിന് പോണം. അതിന് ഇനിയിപ്പോ നാളെ ഡ്രസ്സ് എടുക്കാൻ പോണം എന്നൊക്കെ ഇക്ക പറഞ്ഞീന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ് ഇപ്പൊ. ഞാൻ പിന്നെ എപ്പോഴേലൊക്കെ വരണ്ട്. എന്നാ ആയിക്കോട്ടെ. എന്നാ വെച്ചാള്. എന്നാ ശരി. ഞങ്ങളെ കാര്യത്തിലും കൂടി ഒന്ന് തീരുമാനമാക്കാണ്ട്. എനിക്ക് ഈ കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് വാങ്ങും. ഞങ്ങളൊന്ന് പോയിട്ട് അവിടെ ഉള്ളവർക്ക് ഒന്ന് കൊണ്ടുണ്ടാകാം. അപ്പൊ കവടി സുഖമായിട്ട് നിൽക്കാം. തേങ്ങ ഒക്കെ പൊത്ത് നിക്കാണ്. ഞാൻ കുട്ടികളെ തലേക്കൊക്കെ ചാടും. ഇവിടെ ഇരുന്ന് കളിക്കണാണ് ഐറ്റങ്ങള്. മയമാക്കാനോടൊന്ന് വരാൻ പറയണം. എന്താ ഈ തള്ളക്ക് അവിടെ പണി നേരത്ത് പുറത്തിറങ്ങി ഇങ്ങനെ നിക്കണം. എന്താ നിങ്ങൾ അവിടെ കാട്ടുന്നത്? തേങ്ങ ഒക്കെ ആകെ പൊത്ത് നിക്കണേ. ഈ കുട്ടികൾ ഇതിന്റെ ചോട്ടിലിരുന്ന് കളിച്ചണല്ലേ. ആ മയമാക്കാനോടൊന്ന് വന്നിട്ട് ഇടാൻ പറയണം. എന്നൊന്ന് പോയി വിളിച്ചോക്കട്ടെ ഞാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനേ ആ മിഷീൻ വെച്ചിട്ട് കേറുന്ന ആളില്ലേ, അയാളോട് പറഞ്ഞിട്ടുണ്ട് നാളെ വരേക്കാരൻ. എന്താ എല്ലാ പ്രാവശ്യം ഓലല്ലേ ഇടല്? ഓലെ തന്നെ വിളിച്ചാ മതി. ഇനിയിപ്പൊ വേറെ ഒരാളെ വിളിക്കാനൊന്നും നിക്കണ്ട. എല്ലാ പ്രാവശ്യം മയമാക്കന്നേക്കാരം ഇടലൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇനി മുതൽ അങ്ങനെ വേണ്ട. ഇനി ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ എല്ലേലും ഇടപെടുന്നത് കേറിയിട്ട്? ഇത് വേറെ പണിയൊന്നും ഇല്ലേ? പോയിട്ട് അവിടെ ഇടയിലൊന്ന് പോയി കിടന്നൂടെ നിങ്ങൾക്ക്? ഈ 4 പുറം നടന്നിട്ട് ഈ പെരന്റെ ഉള്ളത്തെ ഓരോ കാര്യങ്ങൾ നോക്കല നിങ്ങൾക്ക് പണി. ഒന്നും എനിക്ക് പ്രായമായില്ല. അതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചൂടെ? നമുക്ക് നിങ്ങളോട് പറയാനുള്ളതേ, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ട്. നിങ്ങൾ ഇങ്ങനെ നടന്ന് എല്ലേതും നോക്കണ്ട. നിങ്ങൾക്ക് പ്രായമായതാണ്. എവിടെയെങ്കിലും ഒക്കെ തെന്നി വീണിട്ടുണ്ടെങ്കിൽ ആരെ നോക്കുക? ഇന്നെ കൊണ്ടൊന്നും വെച്ചിട്ട നോക്കാൻ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. മകളെ പെരേക്കാണ് പോകേണ്ടി വരും. അവളെമ്മ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മയുടെ കുട്ടി ഇങ്ങനൊക്കെ പറയണത്? അമ്മ ഒന്നിനും നിങ്ങളായിട്ട് ഒന്നിനും വരുന്നില്ലല്ലോ. ഇത് വയ്ക്കണ പണിയോളം ഞാൻ അതിൻ്റെ ഉള്ളിൽ എടുക്കണുണ്ട്. പിന്നെ എന്തിനമ്മാണ് ഇങ്ങനെ പറയണത്? ഏത് നേരം ഓരോരുത്തരോട് വിളിച്ചിട്ടൊക്കെ എന്നെ പറ്റിട്ടാണല്ലോ ഇത് പറയണത്. ഇന്ന് എന്ത് തെറ്റാ ചെയ്തത് ഉമ്മയുടെ കുട്ടിക്ക്? എന്താടി ജിന്റെ ഉമ്മാനോട് ഈ പറയണത്? എന്താണ് മോനെ, ഉമ്മയുടെ കുട്ടി ഒന്നും ഉണ്ടാതിരിക്കും. ഓല് പറഞ്ഞോട്ടെ, നിങ്ങള് തടുക്കൊന്നും വേണ്ട. നിങ്ങള് കാരണം തന്നെയാണ് ഓല് ഇങ്ങനെ എന്നെയായിട്ട് എപ്പോഴും ചൂടാവുന്നത്. നിങ്ങളൊന്നും മുണ്ടണ്ടമ്മ. എടി അനക്കറിയോ ഇന്റെ ഉപ്പ മരിച്ചിട്ടേ ഇന്റെ അമ്മ എങ്ങനെയാണ് ഇന്നെ നോക്കിയിരിക്കണെന്നുള്ളത്? അത്രയും കഷ്ടപ്പെട്ടിക്കണ് ഇന്റെ അമ്മ എന്നെ നോക്കാന്. ഇന്റെ അമ്മ ഓരോരോ സ്ഥലത്തുനിന്ന് ലോണും ഒക്കെ എടുത്തിട്ടാണ് ഈ പേരെ ഈ രീതിക്ക് ആക്കിയിരിക്കണത്. അനക്ക് ഇതൊക്കെ കണ്ടപ്പോഴേ കണ്ണ് മഞ്ഞളിച്ചിട്ടാണ് അനക്ക് ഇങ്ങനൊക്കെ തോന്നുന്നത്. എന്നോട് ഉമ്മാനെ പറ്റിയിട്ട് ഓരോന്ന് പറയുമ്പോഴും ഞാൻ എന്നോടൊന്നും പറയാതിരുന്നതേ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു എന്നെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാതെ ഇത്രയും ദിവസം ഞാൻ കൊണ്ടുനടന്നത്. ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട. ഉമ്മാന്റെ കൂടെ എന്നും ഉമ്മാന്റെ മകൻ ഉണ്ടാവും. ഒരിക്കലും ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഉമ്മാനെ തള്ളിക്കളിയില്ല.
ഞാൻ ഉണ്ടാവും എൻ്റെ ഉമ്മാന്റെ ഒപ്പം എന്നും. നിങ്ങളെ ഞാൻ ഒരിക്കലും ഒറ്റക്കാക്കൂല. നിങ്ങളോട് പോരും മൗത്തക്ക്. ഓളവിടെ എന്താച്ച കാട്ടി കൂട്ടിക്കോട്ടെ. ഇപ്പൊ എന്താ കാട്ട്?